കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാനും ഇന്ന് ഉണർന്ന് എഴുന്നേൽക്കാനും ഒക്കെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവിന്റെ വിളിക്കും തെരഞ്ഞെടുപ്പിനുമായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവിനെ വിളിച്ചുവെങ്കിൽ, എന്നെ തെരഞ്ഞെടുത്തുവെങ്കിൽ എനിക്ക് വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ധൈര്യത്തിലും ആ ക്രിസ്തു യേശുവിലുള്ള ആ വിശ്വാസത്തിലും നമുക്ക് ഈ പ്രഭാതത്തിൽ മുന്നേറാം. തല ഉയർത്തി ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. എനിക്കൊരു കാര്യം അറിയാം, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരാളും ഇന്ന് വരെ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിച്ചിട്ടില്ല. ഒരു തകർന്ന വീടായിക്കോട്ടെ, ഒരു എന്തെങ്കിലും ഒരു വിഷയത്തിലൂടെ ഭാരത്തിൽ കടന്നു പോകുമായിരിക്കോട്ടെ, പ്രൈസ് ദ ആൻസർ ഈസ് ജീസസ് ക്രൈസ്റ്റ്. മറുപടി കർത്താവാണ്. അവസാന വാക്ക് ആ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും ആ പ്രശ്നത്തിന്റെ അകത്ത് ഹി വിൽ സേ ദ ലാസ്റ്റ് വേർഡ്. കർത്താവിനായിരിക്കും അവസാന വാക്ക്. കർത്താവ് പറയുന്നത് പോലെ സംഭവിക്കത്തുള്ളൂ. കർത്താവ് പറയുക എന്ന് പറഞ്ഞാൽ അവന്റെ വചനത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. ആ കർത്താവിന്റെ മുഖത്തേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ധൈര്യത്തോടെ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം നമുക്ക് സന്തോഷിക്കാം. സാഹചര്യങ്ങൾ അങ്ങനെയല്ലെങ്കിലും കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തിരിക്കുന്നതുകൊണ്ട് കർത്താവ് എല്ലാ കാര്യങ്ങളും അത്ഭുതമാക്കും. കർത്താവ് നമ്മളെ വിളിച്ചതാ, നമ്മളെ മുന്നറിഞ്ഞ് നമ്മളെ വിളിച്ചിരിക്കുക, നമ്മളെ നീതീകരിച്ചതാ. ആ കർത്താവിന്റെ യേശുവിന്റെ രക്തത്താൽ നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകി നമ്മളെ കുറ്റമില്ലാത്തവരാക്കി, കുറവില്ലാത്തവരാക്കി തീർത്തിരിക്കുക. നമ്മളെ വിളിച്ചതാ കർത്താവ്. വചനത്തിൽ പറയുന്ന പോലെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തന. നമ്മളെ വിളിച്ചിരിക്കുക, നമ്മളെ മുന്നറിഞ്ഞ, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് നമ്മളെ അറിഞ്ഞ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മളെ പേര് ചൊല്ലി വിളിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. എനിക്ക് ആരുമില്ലെന്ന് പറയരുത്, ആ കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവ് ഉള്ളത് കൊണ്ട് അത്ഭുതകരമായി എല്ലാ പ്രയാസത്തിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും വിടുതൽ തരാൻ കർത്താവിന് സാധിക്കും. ആ കർത്താവ് കൂടെയുണ്ട്. ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ചില സമയങ്ങളിലൊക്കെ താണിരിക്കേണ്ടതായിട്ട് വന്നാലും അതൊരു ഉയർച്ചയ്ക്ക് അത്ഭുതമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് എന്റെ ശക്തിയുള്ള ഭുജത്തിലെ കീഴിൽ ചില സമയങ്ങളൊക്കെ വരും. താണിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് വിടുതൽ കണ്ടില്ലായിരിക്കാം, നമ്മൾക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലായിരിക്കാം. പക്ഷെ കർത്താവ് അതിലപ്പുറമായിട്ട് അത്ഭുതമായിട്ട് നടത്താൻ മതിയായവനാണ്. ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യത്തിലും അവരൊരിക്കലും വീക്ക് ആകുമല്ല, അത് അവരെ സ്ട്രോങ് ആക്കും. ഒന്നുകൂടെ ശക്തന്മാരായി, ഒന്നുകൂടെ വിശ്വാസം വർദ്ധിപ്പിച്ച്, ഒന്ന് പ്രാർത്ഥന വർദ്ധിപ്പിച്ച്, കർത്താവിലുള്ള ആശ്രയം വർദ്ധിപ്പിച്ച് ആ വിഷയം എന്നും നമ്മളെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്, അല്ലേ? അതെ, ആ വിഷയത്തില് നമ്മളെ അപ്പം നമുക്കൊരു കാര്യം അറിയാം. നമ്മളെ വിളിച്ച് നമ്മൾ ചിലപ്പോൾ ചോദിക്കും, കർത്താവെ കാണുന്നില്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ അതാ. നിന്റെ കൂടെ നടന്നിട്ടും ഞാൻ നിന്നെ അറിഞ്ഞിട്ടും ഞാൻ നിന്റെ വേല ചെയ്തിട്ടും നമുക്ക് ഒത്തിരി എട്ടും എന്നിട്ടും പറയാൻ കാണും. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുക, എന്റെ ബലമുള്ള കൈക്കുഴി താണിരിപ്പി, തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്താമെന്ന് വാക്ക് തന്ന കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നന്മ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തുള്ളൂ. നമ്മൾക്ക് തിന്മയാണെന്ന് തോന്നുമ്പോഴും അവിടെ നമ്മളെ താങ്ങി നടത്തുന്ന ഒരു കർത്താവ്, നമ്മളെ മുന്നറിഞ്ഞതാ, നമ്മളെ വിളിച്ചതാ, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തതാ. അതുകൊണ്ട് ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അതാ റോമൻസ് 8 പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ, ഈ ഫോർന്യൂസ്, അവൻ മുന്നറിഞ്ഞവരെ അവൻ വിളിച്ചു, അല്ലെ? വിളിച്ചവരെ അവൻ തേജസ്കരിച്ചു. ഡു ബിലീവ് ദാറ്റ് ഗോഡ് ഹാസ് ചോസൺ യു? കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. കർത്താവ് ഹി ഡസൻ മേക്ക് മിസ്റ്റേക്സ്. അബദ്ധമൊന്നും പറ്റത്തില്ല. നമ്മളൊന്നും അബദ്ധത്തിലൊന്നും കർത്താവിന്റെ സന്നിധിയിൽ വന്നതല്ല, അബദ്ധത്തിൽ നമ്മൾ സുവിശേഷം കേട്ടതല്ല. പ്രൈസ് തെരഞ്ഞെടുത്തതാണ്, ഹാൻഡ് പിക്ക് ചെയ്തതാണ്. ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും കർത്താവ് കണ്ടതാണ്. പുത്രന്റെ രാജ്യത്തിൽ കർത്താവ് ആക്കി വെച്ചു. പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുമ്പോൾ പ്രൈസ് ആ രാജ്യത്തിലെ നന്മ അനുഭവിക്കാൻ, ദൈവരാജ്യത്തിൽ എന്ത്
എന്തൊക്കെ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടോ അത് അനുഭവിക്കാനാണ് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭാരതത്തിലായിരിക്കുമ്പോൾ, ഇന്ത്യയിലായിരിക്കുമ്പോൾ ഈ രാജ്യത്ത് എന്തൊക്കെ നന്മയുണ്ടോ അത് അനുഭവിക്കാൻ കർത്താവ് ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ UK നമ്മൾ നിൽക്കുകയാണെങ്കിൽ, അവിടെ എന്ത് നന്മയുണ്ടോ അത് അനുഭവിക്കാൻ നമ്മളെ ആക്കിയിരിക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ, ദൈവരാജ്യത്തിന്റെ നന്മകൾ ഈ ഭൂമിയിൽ അനുഭവിക്കാൻ തന്നെയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സോ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും, പ്രൈസ്, അപ്പോൾ പത്രോസ്ലീഹ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ നിങ്ങൾ അധികം ഒന്ന് ശ്രമിക്കണം. നിങ്ങളെ വിളിച്ചതാണ്, നമ്മളെ കണ്ടതാണ്. ആ നല്ല ഉറപ്പിലും തൻ്റെ ഇടത്തിലും, പ്രൈസ് ദി ലോർഡ്, ആ യേശു ആരാണെന്ന് നല്ല ഉറപ്പ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം. യേശു ആരാണെന്ന് ഇന്നലെ നമ്മൾ ചിന്തിച്ച ഒരു ഭാഗം പിന്നെ ഇന്നലെ പകലും ഒക്കെ ഞാൻ ആ വാക്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ അല്ലേ, ലോകം എന്നെ കാണത്തില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും അല്ലേ. നമുക്ക് ഏത് പ്രതിസന്ധിക്കകത്തും ക്യാൻ യു സീ ജീസസ്, യേശു ആരാണെന്ന് നല്ല ഉറപ്പും ധൈര്യവും തൻ്റെ ഇടവും നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നിലും ലജ്ജിക്കത്തില്ല. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചനം, മത്തായി സുവിശേഷം അതിന്റെ 16-ാം അധ്യായം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില ഭാഗങ്ങളാണ്. പ്രൈസ്, നമുക്ക് ഒരു കാര്യമുണ്ട്, ഈ ദൈവവചനത്തിലുള്ള അറിവ് പലപ്പോഴും നമ്മളെ ചതിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, ഇത് നമ്മൾ പറയുമ്പോൾ അത് കാണാതെ പറയാൻ നമുക്ക് അറിയാം അല്ലേ. അവൻ ഗനസരത്ത് തടാകത്തിന്റെ തീരത്ത്, അതെല്ലാം കാണാതെ പറയാൻ നമുക്കറിയാം. ഈ കാണാതെ അറിയാവുന്ന പലപ്പോഴും ആ അറിവ്, നോളജ് നമ്മളെ ചതിക്കും. പക്ഷെ അതിന്റെ അകത്തുനിന്ന് കർത്താവിന് ഒരു റെവലേഷൻ നമുക്ക് തരാനുണ്ട്. വെളിപ്പാടാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. വെളിപ്പാടാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മിറക്കൾ ചെയ്യുന്നത്. നോളജ് നോക്കിയേ, നോളജ് ആവശ്യം അല്ലേ, ബോധ്യം, അറിവ് ആവശ്യം. പക്ഷെ അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു വെളിപ്പാട് കിട്ടിയ ഒരു വ്യക്തി, പ്രീസ്, അവര് തല ഉയർത്തിപ്പിടിക്കും. ഏത് കൊടുങ്കാറ്റ് വന്നാലും അവര് തല ഉയർന്ന് തന്നെ ഇരിക്കും. അവർക്കറിയാം, പ്രീസ്, അവരെ വിളിച്ച കർത്താവ് അന്ത്യത്തോളം വിശ്വസ്തനാണ്. ഫിലിപ്പിന്റെ കൈസറിയയിൽ ഇരിക്കുമ്പോൾ 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവൻ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർന്നോനിലെ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഈ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ ഈ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നോക്ക്, കർത്താവ് ഫിലിപ്പിന്റെ കൈസറിയയിൽ തന്റെ ശിഷ്യന്മാരുമായിട്ട് ഇരിക്കുകയാണ്. ഫിലിപ്പിന്റെ കൈസറിയ എന്ന് പറയുമ്പോൾ, പ്രീസ്, ആ പട്ടണം റോമൻ അധികാരത്തിന്റെ കീഴിലുള്ള പട്ടണമായിരുന്നു. അപ്പം ഒത്തിരി പാഗൻ ഗോഡ്സ് ഒത്തിരി ഉണ്ടായിരുന്ന, വേറെ ഒത്തിരി ആരാധനകൾ ഉണ്ടായിരുന്ന, വേറെ ഒത്തിരി മഹത്വം ഉണ്ടായിരുന്ന ആ ഒരു പട്ടണമായിരുന്നു ഫിലിപ്പിന്റെ കൈസറിയ. ആ ഫിലിപ്പിന്റെ കൈസറിയയിൽ ഇരുന്നു കൊണ്ട് യേശു ചോദിക്കുകയാണ്, ഈ പട്ടണത്തിന് വേറെ ചില കാര്യത്തിൽ ദിസ് സിറ്റി ഈസ് ഫേമസ് ഫോർ, മറ്റു പല കാര്യങ്ങൾക്കും ഇത് ഫേമസ് ആണ്. എന്നാൽ പ്രീസ്, കർത്താവ് ചോദിക്കുകയാണ്, മനുഷ്യപുത്രനെ ആരെന്നാണ് ഇവർ പറയുന്നത്? ഇവർക്ക് ജനത്തിന്റെ ബോധ്യം, ഞാൻ കുറച്ചുനാളായി ഇവരുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച് ഇവരുടെ ഇടയിൽ വസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായി. മനുഷ്യപുത്രനെ കുറിച്ച് ഇവർ ആര് എന്ന് പറയുന്നു? അവർ പറയാണ്, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, യെരമ്യാവ് എന്ന് ചിലർ പറയുന്നു, ചിലര് മറ്റ് പ്രവാചകന്മാരിൽ ആരോ എന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കുറച്ചുനാളായല്ലോ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ എൻ്റെ കൂടെ നടന്നിട്ട് നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? പ്ലീസ്, ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ ചോദ്യം നിങ്ങളുടെ എന്നെ കേൾക്കുന്ന ഓരോ സഹോദരന്മാരുടെ മുമ്പിൽ, സഹോദരിമാരുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹൂ ജീസസ് ഇസ് ഫോർ യു? നിങ്ങൾക്ക്
കർത്താവ് ആരാണ്? ഹൂ ഈസ് ജീസസ്? ആരാണ് കർത്താവ്? ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയും? നിങ്ങൾ കുറച്ചു നാളായി അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങിയിട്ട്, സൗഖ്യങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? പ്രീസ്, നിങ്ങൾക്ക് എന്നാണ് എന്നെക്കുറിച്ചുള്ള ബോധ്യം? ഉടനെ അവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പത്രോസ് ഒരു കാര്യം പറയുകയാണ്. പ്രീസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. യു ആർ ക്രൈസ്റ്റ്. നീ രക്ഷകനാണ്. യു ആർ ക്രൈസ്റ്റ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുകയാണ്. ഉടനെ കർത്താവ് അവരോട് പറയുകയാണ്, പ്രൈസ്, ഇത് നിനക്ക് കിട്ടിയ ഞാൻ ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്ന്, നിന്റെ ജ്ഞാനമല്ല, നിന്റെ അറിവല്ല, എന്റെ സ്വർഗത്തിലെ പിതാവ്. നോക്കിയാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നോളജ് ഉണ്ട്, ഒന്ന് റെവലേഷൻ ഉണ്ട്, അല്ലെ? യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ക്രിസ്തുവായി. അതെ, യേശു ഉയർത്തെഴുന്നേറ്റുന്നതിന് മുമ്പ് പത്രോസിന് വെളിപ്പാട് കിട്ടി. അതെ, പത്രോസിന് വെളിപ്പാട് കിട്ടി. ഇതുപോലെ തന്നെ ശമരിയാക്കാരി സ്ത്രീ പറയുന്നുണ്ട്, നീ മെസ്സിഹായാണ്, നീ രക്ഷകനാണ് എന്ന് പറയുന്നുണ്ട്, അല്ലെ? അത് ആ കർത്താവുമായിട്ടുള്ള ആ മാർത്ത പറയുന്നുണ്ട്, ക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ നോക്കിക്കേ, ഞാനിപ്പോ മാർത്ത പറയുന്നതിന് വേറൊരു കോണ്ടെക്സ്റ്റിലാ, എല്ലാം തകർന്ന് കിടന്നപ്പോൾ, അല്ലെ, തന്റെ നിനക്ക് സാധിക്കും, നീ ക്രിസ്തുവാണ് എന്ന് പറയുന്നുണ്ട്, അല്ലെ? പ്രീസ്, ഇപ്പൊ ഇവിടെ പത്രോസ് പറയുകയാണ്, നീ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ജഡരക്തങ്ങളല്ല, എന്റെ സ്വർഗത്തിലെ പിതാവാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഈ വെളിപ്പാടെന്ന് പറയുന്നത് അറിവല്ല, വെളിപ്പാട്. പ്രീസ്, നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് നോളജ് ഇല്ലാതെ ഈ ലോകത്തെ നമുക്ക് പലതിനെ കുറിച്ചും ഒക്കെ നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. നമുക്ക് നോളജും ബോധ്യവും ഒക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വേണം. പ്രീസ്, എന്നാൽ വെളിപ്പാടെന്ന് പറയുന്നത് അതിന്റെ എല്ലാം മുകളിലാണ്. യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ, യേശു പ്രീസ് കേവലം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ പരപ്പിൽ വന്ന ഒരാളായിട്ടുള്ള അറിവല്ല വെളിപ്പാട്. എന്നാൽ വെളിപ്പാട് ലോകരക്ഷകനാണ്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ വീണ്ടും വരും. പ്രീസ്, നോക്കിയേ, യഹൂദന്മാർക്ക് പലർക്കും അത് പിടികിട്ടിയില്ല, അല്ലെ? അവൻ അതാ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് പറയുന്നത്, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർക്ക് അവനെ പിടികിട്ടിയില്ല. യഹൂദൻ ഇന്നും മെസ്സിഹ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്, അല്ലെ? മെസ്സിഹ വന്നിട്ട് ഈ മെസ്സിഹ പോയി, രക്ഷകൻ പോയി, ഇനിയും വരും, മടങ്ങി വരും. എന്തിനു വേണ്ടിയാണ്? തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. യു ആർ ക്രൈസ്റ്റ്. നോക്കിയേ, ഉടനെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ബെറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പത്രോസിനോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഇവിടെ ഒരു കൈമാറ്റം നടക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ, ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഒരു അധികാരത്തിന്റെ കൈമാറ്റമുണ്ട്. നോക്കിയേ, അവർക്ക് ഒരു അധികാരം കൈമാറി കൊടുക്കുകയാണ്. ഐ എം ഗിവിംഗ് യു ദ കീസ് ഓഫ് ഹെവൻ എന്നാ പറഞ്ഞ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. പ്ലീസ് നോക്കിക്കേ, ആ അധികാരം എന്നാ? ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടും. എന്തൊരു ഗോഡ് ഈസ് ഗിവിംഗ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് അതോറിറ്റി ടു ദം. ഒരു അധികാരം പകർന്ന് കൊടുക്കുകയാണ്. ആർക്കാ അധികാരം കിട്ടുന്നത്? വെളിപ്പാട് ഉള്ള വ്യക്തി, വിശ്വസിക്കുന്ന വ്യക്തി. പ്രൈസ്, എന്റെ കർത്താവ് മടങ്ങി വരും, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. നോക്കിയേ, പ്രൈസ്, എന്നെ ഒറ്റയ്ക്ക് കർത്താവ് പറഞ്ഞ ഒരു കാര്യമല്ലേ, ഒറ്റയ്ക്ക് ഞാൻ വിടത്തില്ല, ഞാൻ കൂടെ ഇരിക്കും. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആകയാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്. പ്രൈസ്, നോക്കിയ അധികാരം തന്നാണ് വിട്ടിരിക്കുന്നത്. അധികാരം തന്ന് സകലതിന്റെ മേൽ വാഴുവാൻ. അതാ ഈ കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി അതായിരുന്നു, അല്ലെ? ആദിമ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം പറയുകയാണ് സകലതിന്റെ മേൽ വാഴുക, അല്ലെ? എന്നാൽ പാപം ചെയ്ത് നമുക്കറിയാം, ആ വാഴ്ച നഷ്ടപ്പെട്ടു. ആദിമ മനുഷ്യനായ ആദാമിന് ആ വാഴ്ച നഷ്ടപ്പെട്ടു. മുമ്പോട്ടുള്ള തലമുറകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ആ വാഴ്ച, ആ അധികാരം, എല്ലാത്തിന്റെയും മേൽ വാഴാനുള്ള അധികാരം മടക്കി കിട്ടുകയാണ്. എന്ത് വിശ്വസിക്കുന്നവർക്കാണ്? വെളിപ്പാട് വിശ്വസിക്കുന്നവർക്ക്, യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന, മശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അധികാരമുണ്ട്. ഭൂമിയിൽ കെട്ടാൻ, ഭൂമിയിൽ അഴിക്കാനുമുള്ളത്.
നിങ്ങൾക്ക് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. സാമ്പത്തിക വിഷയങ്ങൾക്കകത്ത് അധികാരമുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയത്തിന്റെ അകത്തും നിങ്ങൾ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അധികാരം. യു ഹാവ് ദ അതോറിറ്റി. അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അധികാരമുള്ളവർ നമ്മൾ പോലീസുകാരെയൊക്കെ കാണും അല്ലെ? പോലീസുകാരെയൊക്കെ വഴിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അവർ അധികാരം ഉപയോഗിക്കുന്നത് കാണാം. അവരെ എൻട്രസ്റ്റ് ചെയ്യുന്ന ഗോ ഫോർവേഡ് എന്ന് അവരുടെ കമാൻഡിംഗ് ഓഫീസർ അവരോട് പറയുമ്പോൾ അവർ മുമ്പോട്ട് പോകുന്ന കാണാം. കാരണം അവരൊരു അധികാരത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവമക്കളെ യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും ഒരു അധികാരത്തിന്റെ കീഴിലാണ്. നോക്കിയേ, ഇതിന്റെ സുപ്രീം പവർ ഉണ്ടല്ലോ, അതോറിറ്റി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ അനുവദിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അനുവദിക്കും. എവിടുന്ന ഇത് അനുവദിക്കുന്നത്? ഇത് മേളിൽ നിന്നാണ് അനുവദിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ അനുവദിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അനുവദിക്കും. എന്നിട്ട് പറയുകയാണ് അതിന്റെ 17-ാം വാക്യത്തിൽ കണ്ടോ, ബെറിയോന ശമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗത്തിലെ പിതാവ് തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിന്റെ 18-ാം വാക്യത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസാകുന്നു നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ, ഈ പാറമേൽ നീ പറഞ്ഞ ഈ വെളിപ്പാടില്ലേ, ഈ വെളിപ്പാടിന്റെ മേൽ ഞാൻ ക്രൈസ്റ്റ് ആണെന്ന് പറഞ്ഞ ഈ വെളിപ്പാടിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. നിങ്ങൾക്ക് അധികാരമുണ്ട്, പക്ഷെ സഭയെ പണിയുന്ന ആള് യേശുവാണ്. നോക്കിക്കേ, സഭയെ പണിയുന്ന ആള് നിങ്ങളല്ല. നമ്മള് പലപ്പോഴും ഈ ചേർച്ചിന്റെ ഒക്കെ മുമ്പ് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലേ നമ്മളാ ഇതിന്റെ ആള്. നമ്മളൊന്നും അല്ല ഇതിന്റെ ആള്. ഇവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിനക്ക് അധികാരമുണ്ട്, നിന്നെ ഒരു അതോറിറ്റി, ഞാനൊരു അധികാരത്തിന്റെ കീഴിൽ നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ സഭയെ പണിയാനുള്ള ഉത്തരവാദിത്വം അത് നിനക്കല്ല തരുന്നത്. ഞാനത് അവരോട് പറഞ്ഞിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ സഭയില് ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മളല്ല ഇതിന്റെ ആള്. ഒരിക്കൽ നമ്മളല്ല എന്ന് പിടികിട്ടിയാൽ, ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എന്റെ സഭയെ പണിയും. എന്നിട്ട് പറയാണ്, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ആ പട്ടണത്തിൽ ആ ഫിലിപ്പിന്റെ കൈസറയിൽ ഇരിക്കുമ്പോൾ അവിടെ ചില വലിയ ഗോപുരങ്ങളുണ്ട്. നോക്കിക്കേ, കർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വലിയൊരു കൂട്ടത്തിന്റെ മധ്യത്തിൽ ആ പട്ടണത്തിൽ വലിയൊരു ഗോപുരമുണ്ട്. എന്നിട്ട് ആ പട്ടണത്തിൽ ഇരുന്നു കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പാതാള ഗോപുരം ഒന്നും എന്ത് ചെയ്യുക, അത് എത്ര വലുതാണെങ്കിലും. അത് നോക്കിയേ, ആ യെരുശലേം ദേവാലയത്തെ നോക്കി കർത്താവ് ഒരിക്കൽ പറയുന്ന ഒരു വാക്കുണ്ട്. യേശു പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കാലം വരും. വന്നില്ലേ, ചില വർഷങ്ങൾക്ക് ശേഷം AD 70 അത് സംഭവിച്ചു അല്ലേ? നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കർത്താവ് മതിയായവനാണ്. ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുകയാണ്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. കർത്താവ് സഭയുടെ കർത്താവ്. എന്നാൽ അതോറിറ്റി യേശു ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്ന സകലർക്കും അധികാരം കർത്താവ് തന്നിരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16 അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഡു യു ബിലീവ്? എന്നാ വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്നവർ അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. പുതുഭാഷകളിൽ അവർ സംസാരിക്കും. നോക്ക്, അവർ പെന്തക്കോസ്ത് നാളിൽ അവർ 120 പേര് ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി വന്നപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാരെയും നിറച്ചു, എല്ലാരും സംസാരിക്കാൻ തുടങ്ങി അല്ലേ? നോക്കിയേ, സഭ ഇവോൾവ് ചെയ്യുകയാണ്. സഭ നോക്ക്, അന്ന് വരെ സഭയില്ല, സഭ ഇവോൾവ് ചെയ്യുകയാണ്. ചർച്ച് പുറത്തു വരികയാണ്. നോക്ക്, ക്രിസ്തുവിന്റെ അകത്തിരുന്ന ചർച്ചിനെ കർത്താവ് പ്രസവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു വലിയ ഡെലിവറി നടക്കുകയാണ്. സഭയെ പുറത്തെടുക്കുകയാണ്. പത്രോസ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, പത്രോസിനോടാ പറഞ്ഞ, പാതാള ഗോപുരം ജയിക്കത്തില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും. ആ പത്രോസ് തന്നെ നോക്കിയ തിരിഞ്ഞോടിയ പത്രോസാണ് അല്ലെ? തള്ളിപ്പറഞ്ഞിട്ട് പോയ പത്രോസാണ്. എന്നാൽ കർത്താവ് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവന്ന് ആ പെന്തക്കോസ്ത് നാളിൽ കൊണ്ടുവന്ന് ആ പത്രോസിനെ നിർത്തുകയാണ്. എന്തിനാ? ഒരു പ്രസംഗകനായി, കർത്താവിന്റെ പകരക്കാരനായ പട്ടണത്തിൽ ഇറങ്ങി നിന്ന് മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചുവെന്ന് വിളിച്ചു പറയുവാൻ ആ പത്രോസ് തന്റെ വാക്കിൽ, അവന്റെ വാക്ക് അവിടെ എഴുതിയിരിക്കുകയാണ്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ. അന്ന് 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു.
പ്രൈസ് അവന്റെ വാക്ക് പത്രോസിനെ നോക്ക്, അവിടെ കർത്താവ് കൊണ്ടുവന്ന് ഒരു വ്യക്തിയായിട്ട് കർത്താവ് നിർത്തി. പക്ഷേ കർത്താവ് എല്ലാം ചെയ്തത്. പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊണ്ടു. ആരാ തുറന്നേ? ഹൃദയം. കർത്താവ് അവരുടെ ഹൃദയം തുറന്നു. പ്രീസ് നോക്കിയ കർത്താവ് അവരുടെ ഹൃദയം തുറന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാനുള്ള കൃപ അവർക്ക് കിട്ടി. നോക്ക്, അന്ന് അവന്റെ വാക്ക് കൈക്കൊണ്ട 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് തീർന്നു. പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് കാണുന്നത്. അതിന്റെ 47-ാം അധ്യായം 2:47 അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:47 പറയുകയാണ്, രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി. അവിടെ ആ വാക്യം ഒന്ന് വായിക്കാവോ? 2:47 ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന് കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി. ആരാ ചേർത്തെ? പത്രോസ് ചേർത്തോ? സഭ ഏതെങ്കിലും വ്യക്തിയുടെ അല്ല. സഭ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ പേര് പറയുന്നോ അല്ല. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. കർത്താവ് ദിനം പ്രതി. എനിക്കും നിങ്ങൾക്കും കർത്താവ് അതോറിറ്റി തന്നിട്ടുണ്ട്. എന്നാൽ സഭയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ എന്റെ കർത്താവിനാണ്. കർത്താവിന്റെ ആ സഭ, വ്യക്തികളുടെ അല്ല സഭ, യേശുവിന്റെ ആ സഭ. കർത്താവിന്റെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നിങ്ങൾ കർത്താവിന്റെ ശരീരമാണ്. ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാണ് ഞാനും നിങ്ങളും, അല്ലേ? പ്രൈസ്. ആ ശരീരത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പ്രൈസ് തല അടങ്ങിയിരിക്കത്തില്ല. ശരീരത്തിന് ഒരു പ്രോബ്ലം വന്നാൽ തല അടങ്ങിയിരിക്കത്തില്ല. ശരീരത്തിനാണ് അധികാരം കൊടുത്തിരിക്കുന്നത്, അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. പ്രൈസ്. പത്രോസിനോട് പറയുന്ന ആ വാക്ക്, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അഴി. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട്, നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെടും. നോക്കിയേ, ആ ഒരു വാക്ക് അതൊരിക്കലും മാറത്തില്ല. ഇന്ന് പ്രഭാതത്തിലും ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ തകർന്നിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അധികാരമുണ്ട്. തല പ്രൈസ്ലോ ക്രിസ്തു ആയിരിക്കുമ്പോൾ തന്നെ പ്രൈസ്ലോ നോക്കിയ തലയിൽ എന്താണോ ഉള്ളത് അതായിരിക്കും ശരീരത്തിൽ വ്യാപനം, അല്ലേ? നമ്മുടെ ബ്രെയിൻ അല്ലേ നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് തലയല്ലേ? അങ്ങനെയാണെങ്കിൽ ക്രിസ്തു എന്ന തലയാണ് സഭയെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അധികാരമുണ്ട്. എന്നാൽ സഭയെ നോക്കാനുള്ള ഉത്തരവാദിത്വം സ്വർഗത്തിൽ പിതാവിന്റെയാണ്. ആ പിതാവ് നോക്കിക്കോളുവെന്നേ. ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന കർത്താവ് പറഞ്ഞ്. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും എത്ര വലിയ പ്രതിസന്ധി അടിച്ചാലും അതിനൊന്നും നിങ്ങളെ തൊടാൻ സാധിക്കില്ല. സഭയുടെ ഉത്തരവ്. നീ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം വായിക്കുമ്പോൾ ഇതേ കൈസറിയായിൽ പത്രോസിനെ തിരിച്ചു കൊണ്ടുവരികയാണ്, അല്ലെ? കൈസറിയായിൽ ഇത്താലിക്ക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ കൊർന്നല്യോസിന്റെ വീട്ടിലോട്ട് നോക്കിയ പത്രോസിനെ ആളയച്ച് കൊണ്ടുവരികയാണ്. പ്ലീസ്, വിളിച്ചിട്ടുണ്ടോ? വിശ്വസ്തനാണ്. തെരഞ്ഞെടുത്തിട്ടുണ്ടോ? വിശ്വസ്തനാണ്. നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്റെ കർത്താവ് വിശ്വസ്തൻ. അധികാരമുണ്ട്. അധികാരം അധികാരമുള്ള വ്യക്തി എങ്ങനെ നടക്കും? അധികാരമുള്ള വ്യക്തി തല ഉയർത്തിപ്പിടിച്ച് നടക്കും. അവർക്ക് ഒരു കാര്യം അറിയാം, അവരൊരു അധികാരത്തിന്റെ കീഴിലാണ്. ഞാൻ നിങ്ങൾ ഒരു അധികാരത്തിന്റെ കീഴിലാണ്. നിങ്ങൾ ഭൂമിയിൽ അനുവദിക്കുന്നത് സ്വർഗത്തിലും അനുവദിക്കും. അവിടെ 18-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, മത്തായി 18-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ യേശു ഇതേ വാക്ക് വീണ്ടും പറയുകയാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയാണ്, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേര് യാചിക്കുന്ന, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ, ഈ കർത്താവിന് ഒറ്റ കാര്യമുള്ളൂ, let us be one in Christ. ഒറ്റ മനസ്സ്. എന്നിട്ട് ഈ അടുത്ത വാക്യത്തിൽ പറയുന്നത് 2-3 പേര് എന്റെ നാമത്തിൽ. കർത്താവിന് വണ്ണസ് ആണ് കാര്യം. സഭ ഒന്നിച്ചു നിന്നാൽ, സഭ ഒറ്റ മനസ്സോടെ നിന്നാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റ മനസ്സോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നാൽ നിങ്ങളെ തകർക്കാൻ ഒന്നിനും സാധിക്കുന്നില്ല. യേശുവാണ് കർത്താവ്. യേശുവിനാണ്. നോക്കിയേ, എനിക്ക് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുമ്പോൾ സഭയുടെ മേലുള്ള മുഴുവൻ ഉത്തരവാദിത്വവും യേശുവിനാണ്. നമ്മൾ ചിലപ്പം അത് ചർച്ച് പണിയണം, അങ്ങനെ പണിയണം, നമ്മളൊന്നും അല്ല ഇത് പണിയുന്നത്. ഇത് പണിയുന്നതെല്ലാം സ്വർഗത്തിൽ. ഞാൻ എന്റെ സഭയെ പണി. ഈ മന്ദിരത്തെ പണിയാനുള്ള ഉത്തരവാദിത്വം കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത്. നമ്മൾ ചേറ്റുകുഴിയിലായിരുന്നു. കർത്താവാണ് എന്നെ ശുദ്ധീകരിച്ചത്. എന്നെ ബ്ലഡ് വാഷ് ചെയ്ത് കർത്താവാണ്. എന്നെ പുതിയ സൃഷ്ടിയാക്കി തീർത്തത് കർത്താവാണ്. എന്നെ ദൈവരാജ്യത്തിലാക്കിയത് കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മുഴുവൻ കാര്യത്തിന് ഉത്തരവാദിത്വവും എന്റെ കർത്താവിനാണ്. എന്നെ നടത്താനുള്ള, എനിക്ക് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരു പിതാവ് നിങ്ങൾക്കുണ്ട്. നടത്താൻ ഉത്തരവാദിത്വം സ്വർഗത്തിന്റെയാണ്.
വീട്ടിൽ ജനിച്ചതാണ് സ്വർഗത്തിന്റെ അവധി. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ രക്ഷകൻ. ഹൂ ഈസ് ജീസസ് ഫോർ യു? അവിടെ ചോദിക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾ എന്നെ ആരെന്ന് പറയാം, നിങ്ങൾക്ക് ആരാണ്? ദാറ്റ് മാറ്റേഴ്സ്. ആരാണ് ഞാൻ, ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് മാത്രമാ കാര്യം. നിങ്ങൾ അവനുമായിട്ട് അടുത്താണോ നിൽക്കുന്നത്? ഹാൻഡ് ഇൻ ഹാൻഡ് ആണോ ജീവിക്കുന്നത്? ഒറ്റ മനസ്സോടെയാണോ നിങ്ങൾ നിൽക്കുന്നത്? ജീവിതത്തിൽ ഒന്നിനും കുറവ് വരും. എത്ര വലിയ കൊടുങ്കാറ്റ് അടിച്ചാലും, എത്ര വലിയ പെരുങ്കാറ്റ് വന്നാലും, എത്ര വലിയ എന്താ പറഞ്ഞേ കടൽ എരമ്പി വന്നാലും, എത്ര വലിയ സുനാമികൾ അടിച്ചാലും, എത്ര വലിയ സാമ്പത്തികമായ പ്രതിസന്ധികൾ വന്നാലും അതിന്റെ അകത്ത് എന്റെ കർത്താവ് പോക്കുവഴി കൊണ്ടുവരും. എത്ര വലിയ മെഡിക്കൽ റിപ്പോർട്ട് വന്നാലും അതിന്റെ വേരോടെ, അത്തിയെ വേരോടെ ഉണക്കിയവൻ നിന്റെ ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിനെ വേരോടെ ഉണക്കാൻ മതിയായവനാണ്. എന്റെ കർത്താവിന്റെ സ്വഭാവം അവൻ മരിച്ചതിനെ ജീവിപ്പിക്കും. തീർന്നു എന്ന് അല്ലെ, മരണമായ എല്ലാം അവസാനം എന്ന് പറയുന്നത് തീർന്നോ അല്ലെ? ലാസർ തീർന്നോ? നയനിലെ വിധവയുടെ കുഞ്ഞ് തീർന്നോ അല്ലെ? കർത്താവിന്റെ എതിർപ്പെട്ടു. ആ നയൻ എന്ന പട്ടണത്തിലോട്ട് വരുമ്പോൾ നോക്കി എല്ലാം നഷ്ടപ്പെട്ട്, തന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട്, തന്റെ കുഞ്ഞ് മരിച്ച് ആ ശവശരീരവുമായി വലിയൊരു എന്നാ പറയുന്നത് വലിയൊരു അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു അന്ത്യയാത്ര നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ചിലതൊക്കെ ഇന്ന് പ്രഭാതത്തിലും ആരോടോ പരിശുദ്ധാത്മാ പറയുക, തീർന്നു എന്ന് വിചാരിക്കുന്നിടത്തു നിന്ന് എന്റെ കർത്താവ് പുതുക്കി പണിയാൻ കർത്താവ് മതിയായവനാണ്. തീർന്നില്ലെന്നേ, നിങ്ങൾ ഓർക്കും ഇത് ലാസ്റ്റാണ്, ഇത് തീർന്നു, ഇത് അന്ത്യ ദിവസമാണ്, ഇത് ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വിചാരിച്ച എത്രയോ സമയങ്ങളുണ്ട്. ഇത് അവസാന ദിവസം, ഇനി ഒരു ദിവസം ഈ വണ്ടി മുമ്പോട്ട് പോകത്തില്ല, ഇതുകൊണ്ടെല്ലാം തീർന്നു എന്ന് വിചാരിച്ച, ഇന്ന് അവസാനിപ്പിക്കും എന്നൊക്കെ വിചാരിച്ച ഒത്തിരി സമയങ്ങളുണ്ട്. ഇന്ന് തീരും, ഇന്ന് പിടിക്കപ്പെടും, ഇന്ന് അകത്തു പോകും. ഇതൊക്കെ ഞാൻ എന്റെ അനുഭവം കേട്ടോ. ഇന്ന് തീരും എന്ന് വിചാരിച്ച ഒത്തിരി സംഭവങ്ങൾ തീർന്നില്ല. ഞാൻ എപ്പോഴും പറയും, ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സ്റ്റിൽ ഐ എം ഹിയർ. ഒറ്റ കാര്യമുള്ളൂ, കൃപയാണ്. കർത്താവ് നടത്തിയതാണ്. ഒന്നിലും അഹങ്കരിക്കാനില്ല, ഒന്നിലും പുകഴാനില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, എന്റെ സഭയെ ഞാൻ പണിയുമെന്ന കർത്താവ്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. അതിന്റെ പാതാള ഗോപുരത്തിന്റെ വലിപ്പം എത്ര വലുതാണെങ്കിലും അത് ഒരിക്കലും അത് നിൽക്കാൻ നിന്റെ മുമ്പിൽ അതിന് നിൽക്കാൻ പറ്റത്തില്ല. യു ആർ അണ്ടർ ആൻ അതോറിറ്റി. അധികാരമുണ്ട്. ആ അധികാരം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കാര്യം. പലർക്കും അധികാരം ഉണ്ടെങ്കിൽ അധികാരം തിരിച്ചറിയാൻ മേലാത്ത പോലീസുകാരും വല്ല കാര്യമുണ്ട്. അവന്റെ കയ്യിൽ ആപ്തിയുണ്ട്, അവന്റെ കയ്യിൽ തോക്കുണ്ട്, അവന്റെ കയ്യിൽ സ്റ്റോപ്പ് ബോർഡ് ഉണ്ട്. പക്ഷെ അധികാരം ഒരു നാഷണൽ പെർമിറ്റ് വണ്ടിയെ കാണുമ്പം അവൻ ഓടിയാലോ? ഒരു വയലന്റ് മോബിനെ കാണുമ്പം പോലീസുകാരെല്ലാം കൂടി ഓടിയാനായി. അവര് ഫേസ് ചെയ്യല്ലേ, അതിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ എന്നെ കേൾക്കുന്ന ആരോട് പറയാ, നിങ്ങളെ വിഷയങ്ങളെ വിട്ട് ഓടാൻ ശ്രമിക്കരുത്. അതിന്റെ പേര് എസ്കേപ്പിസം എന്നാണ്. നിങ്ങൾ ഫേസ് ഇറ്റ്. എന്റെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല ഞാൻ ഫേസ് ചെയ്യുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അവിടെ ഞാൻ അതിനെ ഫേസ് ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഒരു ദൈവശക്തിയുണ്ട്. അതിനെ ഒന്നും പാതാള ഗോപുരം ജയിക്കത്തില്ലെന്നേ. നീ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, നീ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. അധികാരം നിങ്ങൾക്കാണ്, അത് തിരിച്ചറിയണം. യു ആർ നോട്ട് എൻ ഓർഡിനറി പേഴ്സൺ. ഒരു സാധാരണ മനുഷ്യനായ നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല. ഒരു അസാധാരണമായ മഹത്വം നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവശക്തി ഇരിപ്പുണ്ട്. നോക്കിയേ, എത്ര വലിയ അധികാരം ഉണ്ടെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലേ വല്ല കാര്യവും. ഒരു പോലീസ് കമ്മീഷണറിന് തനിക്ക് ഉള്ള അധികാരം താൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഒരു വയലന്റ് മോബ് വരുമ്പോഴത്തേക്ക് കമ്മീഷണർ പറയും വെടിവെക്കാൻ പറയും, ഷൂട്ട് ചെയ്യാൻ പറയും. ഒരു കളക്ടർ പറയും ഓർഡർ ഇടും കളക്ടർ. കാരണം ഈസ് അണ്ടർ ആൻ അതോറിറ്റി. ആ ജില്ലയുടെ മേൽ പോലും തനിക്കാണ്, ഒരു കളക്ടർക്ക് ജില്ലയുടെ മേൽ പോലും അധികാരമുണ്ട്. ഉണ്ണി പറയും ഓർഡേഴ്സ് കൊടുക്കും. ദൈവമക്കൾ എന്ത് ചെയ്യണം? ഓർഡേഴ്സ് കൊടുക്കണം. ആ കടഭാരത്തോട് ഓർഡർ ചെയ്യണം. നീ എന്നെ ഒന്നും ചെയ്യത്തില്ല, വിട്ടുപോ എന്റെ ജീവിതത്തിൽ നിന്ന്. ഇന്ന് സാമ്പത്തിക വിഷയമാണ്. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. അവന്റെ നാമത്തിൽ സകല മുട്ടും മടങ്ങും. മടങ്ങിയ ഇറ്റ് ഇസ് എ റിട്ടൺ റൂൾ. ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും സകല മുഴങ്കാലും അവന്റെ നാമത്തിൽ മടങ്ങും. മടങ്ങിയ മതിയാകത്തുള്ളൂ. പലപ്പോഴും പലരും അധികാരം തിരിച്ചറിയുന്നു. അധികാരമുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ പറഞ്ഞാൽ സംഭവിക്കും. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ
ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അധികാരം തിരിച്ചറിയണം, അത് ഉപയോഗിക്കണം, അത് പറയണം. അങ്ങനെ സംഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് വിൽ ഹാപ്പൻ. അങ്ങനെ സംഭവിക്കുമെന്നേ, നടക്കും. കടഭാരത്തോടെ ഇറങ്ങാൻ പറയണം വീട്ടിൽ നിന്ന്. ഫാമിലി പ്രോബ്ലം ആണോ? ഞങ്ങളുടെ വീട്ടിൽ സ്ഥാനമില്ല. തോണ്ടി വഴക്കുണ്ടാക്കുന്ന പിശാചാണോ? ഞങ്ങളുടെ വീട്ടിൽ സ്ഥാനമില്ല. ഇത് ക്രിസ്തുവിന്റെ മന്ദിരമാണ്. ഇത് മഹത്വം ഇറങ്ങുന്ന സ്ഥലമാണ്. ഇത് ഗ്ലോറി ഡിസെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ എന്ത് ചെയ്യുക? നിനക്ക് സ്ഥാനമില്ല. ഗെറ്റ് ഔട്ട് എന്ന് പറയണം. വീട്ടിൽ എന്തെങ്കിലും വിഷയമായിട്ടിരിക്കുകയാണ്, കഥ ഫ്രണ്ട് ഡോർ അങ്ങോട്ട് ഓപ്പൺ ചെയ്യണം. അതിന് പറയണ ഇത് ഇവിടെ വിഷയം ഉണ്ടാക്കുന്ന മുഴുവൻ പിശാചും ഇറങ്ങിക്കോണം. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹോം. അധികാരം നിങ്ങൾക്കാണ്. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. യെസ്, അങ്ങനെ പലപ്പോഴും നമുക്ക് ഈ അധികാരം ഉണ്ടെങ്കിലും നമ്മളിത് തിരിച്ചറിയുന്നത്. നമ്മള് പിന്നെ കയ്യോ കർത്താവെ സഹായിക്കണം, കർത്താവെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നോക്കിയേ, കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പിതാവും പുത്രനൂടെ സ്വർഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കും. സ്വന്തം പുത്രനെ കൊടുത്തു, അവർക്ക് ഞാനെല്ലാം ദാനമായി തന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഞാൻ അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവർക്ക് സകല അധികാരങ്ങൾ ഞാൻ കൊടുത്തു. എനിക്ക് അധികാരമൊന്നുമില്ല, അവരുടെ കയ്യിലാണ് ഇപ്പൊ അധികാരം ഇരിക്കുന്നത്. അവരനുവദിച്ചാൽ മാത്രമേ എനിക്ക് അനുവദിക്കാൻ പറ്റത്തുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? അധികാരം തിരിച്ചാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ രോഗികളുടെ മേൽ അവരൊന്ന് കൈവെക്കാതെ ഞാൻ എന്നാ ചെയ്യുന്നേ? അവരൊന്ന് കൈവച്ചൊന്ന് വിശ്വസിച്ചോണ്ട് ഒന്ന് പറഞ്ഞേ, ആ രോഗബന്ധനം അഴിയട്ടെ എന്ന് പറഞ്ഞ് അവരഴിക്കുന്നതാ, ഞാൻ അഴിക്കുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയും, നോക്കിയ കർത്താവിന്റെ കയ്യിൽ ഒന്നുമില്ല, സ്വർഗത്തിൽ കയറിപ്പോയപ്പോ ഒന്നുമില്ല, മുഴുവൻ എനിക്ക് നിങ്ങൾക്ക് തന്നേച്ചാ പോയത്. എന്റെ പിതാവിനെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവരെ എൻട്രസ്റ്റ് ചെയ്തിട്ട് കർത്താവ് പോവുക. ഞാൻ അനുവദിച്ചാലും ഞാൻ അഴിച്ചാലും സ്വർഗത്തിൽ അഴിക്കും. നോക്കിയേ, പാതാള ഗോപുരം ആരോട് പറയാം? ജയിക്കത്തില്ല. പരാജയപ്പെട്ട് കിടക്കുന്ന ആരോടോ ഇന്ന് പ്രഭാതത്തിൽ പറയാം. നോക്കിയേ, ആ പരാജയം അത് നിലനിൽക്കുന്നതാണ്, അത് ജയിക്കത്തില്ല. നോക്കിയേ, എത്ര വലിയ വിഷയമാണ്, അത് ജയിക്കത്തില്ല, അത് തകർന്നു തന്നെ പോകും. നിന്റെ കാലിന്റെ കീഴിലാണ് നിന്റെ വിഷയം. അതിനെ ഒന്ന് മെതിച്ച് കളഞ്ഞ് കാലിന്റെ ഈ അധികാരം ഒന്ന് ഉപയോഗിച്ച് സേ എഗൻസ്റ്റ് നിങ്ങളുടെ വിഷയത്തിന്റെ എതിരെ ഒന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് യേശുവിന്റെ നാമം ഒന്ന് വിളിച്ചു പറഞ്ഞു, ഒന്ന് ഉപയോഗിച്ച് യു വിൽ സീ വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ് ഹാപ്പനിങ് ഇൻ യുവർ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിലയിൽ ഉയർച്ച പ്രാപിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക്. സോ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്റെ കർത്താവിനാണ് സഭയുടെ മുഴുവൻ ഉത്തരവാദിത്വം. എന്റെ കർത്താവിന്റെയാണ്, നമ്മളൊന്നും അല്ല. നമ്മള് നോക്ക്, ഗ്ലോറി ഇറങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. മഹത്വം നിങ്ങളുടെ മേലെ ഇറങ്ങണം. മുഴുവൻ ഉത്തരവാദിത്വം സഭയുടെ. അധികാരം തന്നിട്ടുണ്ട്, ഉപയോഗിച്ചോ. പറയേണ്ടത് പറഞ്ഞോ, മിണ്ടാതിരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മുട്ട എവിടെ മടക്കുന്നോ അവിടെ സ്വർഗം ഇറങ്ങി. നിങ്ങൾ എന്ത് അനുവദിക്കുന്നോ അവിടെ സ്വർഗം അനുവദിക്കും. എന്ത് അഴിക്കുന്നോ അവിടെ സ്വർഗം അത് അഴിക്കും. എന്ത് കെട്ടുന്നോ അതവിടെ സ്വർഗം. കെട്ടാനും അഴിക്കാനും അധികാരം. അണ്ടർസ്റ്റാൻഡ് അതോറിറ്റി. പലരും അതോറിറ്റി തിരിച്ചറിയാതെ പലപ്പോഴും അധികാരം തിരിച്ചറിയുന്നില്ലെങ്കിൽ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ആൻ ഓർഡിനറി പേഴ്സൺ. ഒരു കളക്ടർ, ഒരു കമ്മീഷണർ അധികാരം തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ആൻ ഓർഡിനറി പേഴ്സൺ. കളക്ടറാണെന്ന് വിളിച്ചിട്ട് കാര്യമില്ല, പോലീസ് കമ്മീഷണറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യൂസ് അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം. അവിടെ അയ്യം വിളിക്കാനല്ല, നിലവിളിക്കാനല്ല വിളിച്ചിരിക്കുന്നത്, ആ അധികാരം ഉപയോഗിക്കാൻ. സോ ലെറ്റ് us pray. നമുക്ക് ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പം എന്റെ കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് പകൽ നീട്ടേണ്ടതിനായി, ചില അധികാരങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ടതിനായി, കർത്താവ് ഹൃദയങ്ങളെ തുറക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന കർത്താവിന് കേട്ടതുപോലെ ആ കർത്താവെ നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അധികാരം തിരിച്ചറിയുന്നവരായി, അധികാരം ഉപയോഗിക്കുന്നവരായി കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ ഇപ്പോൾ തന്നെ. കർത്താവിന്റെ വലിയ മഹത്വം ഓരോ മക്കളെയും തൊടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. എന്തെങ്കിലുമൊക്കെ ഭാരത്താലോ നിരാശയിലോ ഇരിക്കുന്നെങ്കിൽ എന്റെ കർത്താവിന്റെ കരം തൊട്ട് സൗഖ്യമാക്കണമേ.
അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കണമേ. ദൈവിക സമാധാനത്താൽ നിറയ്ക്കണമേ. കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിയപ്പെടും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവിടുന്ന് പറഞ്ഞ അധികാരത്തിന്മേൽ നിന്നുകൊണ്ട്, ആ വാക്കിൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സകല രോഗബന്ധനങ്ങളും ഇപ്പോൾ തന്നെ അഴിയാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗത്തിന്റെ അവസ്ഥകൾ മാറട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, എല്ലാ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. ഹാർട്ടുകൾ നോർമൽ ആകട്ടെ, ബ്ലോക്കുകൾ മാറട്ടെ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ലിവറിന്റെ പ്രോബ്ലങ്ങൾ, യേശുവിന്റെ നാമത്തിൽ സിറോട്ടിക് ലിവർ പോലെയുള്ള പ്രോബ്ലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പുതിയ ലിവർ സൃഷ്ടിക്കപ്പെടട്ടെ, പുതിയ ലിവർ സൃഷ്ടിക്കപ്പെടട്ടെ. എല്ലാ ഓർഗൻസിന്റെ മേലും എന്റെ കർത്താവിന്റെ കരം ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചലിക്കാത്തതെല്ലാം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. പുതുബലം ശരീരത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. കിഡ്നികളുടെ മേൽ അധികാരമെടുക്കുന്നു. എല്ലാ റീനൽ ഇമ്പയർമെന്റും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറാൻ കൽപ്പിക്കുകയാണ്. പുതിയ കിഡ്നികൾ സൃഷ്ടിക്കപ്പെടട്ടെ. ക്രിയാറ്റിൻ ലെവൽ നോർമൽ ആകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. കിഡ്നി സിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എന്റെ കർത്താവ് തൊടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ഒരു കിഡ്നി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന വ്യക്തി, ദ ലോർഡ് ഈസ് ടച്ചിങ് യു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. പുതിയ കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ. ഇല്ലാത്തതിനെ ഞാൻ ഉള്ളതുപോലെ യേശുവിൻ നാമത്തിൽ ഞാൻ വിളിച്ചു വരുത്തുന്നു. സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവെ, അവിടുത്തെ കരം നീട്ടുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താന്യ പ്രവർത്തികൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ രോഗാവസ്ഥകളും, അതുപോലെ ഡയബറ്റീസിന് മേൽ നമുക്ക് അധികാരമുണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ അധികാരമെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഷുഗർ രോഗങ്ങളും ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുകയാണ്. എന്റെ കർത്താവെ, അവിടുത്തെ കരം തൊടണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ബി ഹീൽഡ് ഇൻ ജീസസ് നെയിം. സൗഖ്യമാകട്ടെ. ഷുഗർ 100 കുറഞ്ഞു വരട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും തല മുതൽ കാല് വരെ എന്റെ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. ശാരീരികമായ എല്ലാ ബലഹീനതകളും, എല്ലാ വീക്ക്നസ്, ക്ഷീണം കർത്താവിനെ കാണിക്കുകയാണ്. എപ്പോഴും ക്ഷീണം വരുന്ന വ്യക്തി, എപ്പോഴും അങ്ങ് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങ് ഉറക്കം വരുന്ന വ്യക്തി, അങ്ങ് തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന വ്യക്തികൾ, ഈ അങ്ങനെയുള്ള വ്യക്തികൾ പുതുബലം ആ ശരീരത്തിന്റെ മേൽ വരട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവ് എവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. സാമ്പത്തികമായ രംഗങ്ങൾ യേശുവിൻ നാമത്തിൽ ബ്ലസ്ഡ് ആകട്ടെ. പുതിയ ഫിനാൻഷ്യൽ ആയിട്ടുള്ള വഴികൾ സ്വർഗം തുറക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വീടുകളെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കടഭാരം എന്റെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ചില വീടുകൾ, എങ്ങനെ പുറത്തു വരുമെന്ന് അറിയാൻ മേലാത്ത ചില വീടുകൾ നിന്റെ അധികാരമൊന്ന് ഉപയോഗിച്ച് ഇന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തിൽ അധികാരം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നോക്കിയിരിക്കാതെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ. ഡു യു ബിലീവ് ദാറ്റ് ജീസസ് ഇസ് ക്രൈസ്റ്റ്? അവൻ ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പത്രോസ് പറഞ്ഞ ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ആ കടം അഴിഞ്ഞു മാറട്ടെ. ആ മുഴുവൻ ഡെറ്റ്, ഐ ക്യാൻസൽ എവറി ഡെറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ കടഭാരത്തെയും അഴിച്ച് യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ഞങ്ങളുടെ ഗെറ്റ് ഔട്ട് ഫ്രം അവർ ഹൗസ്. ഞങ്ങളുടെ വീടിന് മേൽ കടത്തിന് സ്ഥാനമില്ല. കർത്താവിന്റെ സമൃദ്ധി, കർത്താവിന്റെ നിറവ്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിറയ്ക്കുന്നവന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ വീടിന്റെ മേൽ വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ഫാദർ. കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെയുള്ള ഭാരങ്ങളെല്ലാം മാറട്ടെ യേശുവിൻ നാമത്തിൽ. തലമുറ ദൈവത്തിന്റെ ദാനമാണ്. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകത്തിൽ ഉന്നതരായി തീരട്ടെ. ക്രിസ്തുവിൽ അവർ പ്രസിദ്ധരായി തീരട്ടെ. താങ്ക് യു മൈ. നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ ദേശത്തിന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രയോജനപ്പെടുന്നവരാകട്ടെ. സഭയ്ക്ക് പ്രയോജനപ്പെടുന്നവരാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പിശാചേ, നിന്റെ ഒരു പ്രവൃത്തി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലും നടക്കത്തില്ല. മുഴുവൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. വിടുവിച്ച കൃപയ്ക്കായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് നിങ്ങളെ ഈ ദിവസം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാതാള ഗോപുരം ജയിക്കത്തില്ല. നിങ്ങൾക്ക് അധികാരം.
നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഈ ദിവസം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജയാളിയായി തല ഉയർത്തിപ്പിടിച്ച് ജയാളിയായി വേണം ഈ ലോകത്തിൽ നടക്കാൻ. നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒന്നുമില്ല. ദൈവവചനം പറയല്ലേ, നോ വെപ്പൺ ഫോംഡ് അഗൈൻസ്റ്റ് യു വിൽ പ്രോസ്പർ. നിങ്ങളുടെ എതിരെ വരുന്ന ഒരായുധവും, പിശാച് എത്ര വലിയ ആയുധം കൊണ്ടുവന്നാലും അതിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിന്റെ വചനത്തിൽ അവൻ പറഞ്ഞതാണ്, എന്റെ എതിരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. ഐ ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഐ ലവ് ടു ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. എനിക്ക് ആ വാക്ക് ചിലപ്പോൾ ചുറ്റും പല കാര്യങ്ങൾ കാണുമായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കും. നോക്കിയാ പൗലോസ്ലീഹ ആ മാൾട്ടാ ദ്വീപിൽ വെച്ച് അണലിയെ കുടഞ്ഞു കളഞ്ഞു. എല്ലാരും വിചാരിച്ചു വല്ലതും ഇവനിപ്പ പറ്റും, ഇപ്പൊ ചാകും, ഇപ്പൊ വീർക്കുമെന്ന്. ലോകം വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന കുടഞ്ഞു കളഞ്ഞു, അതിന് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ മൈൻഡ് ചെയ്യരുത്, വിഷയങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് അധികാരം. ആൻഡ് ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. പാതാള ഗോപുരം ജയിക്കത്തില്ല. സോ ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. കർത്താവ് നിങ്ങളെ എല്ലാരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സി യു ടുമോറോ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ. ഇന്നത്തെ ഫ്ലാഷ് ന്യൂസ്, രാവിലെ ന്യൂസ് കേട്ടോ? ഫ്ലാഷ് ന്യൂസ് കേട്ടായിരുന്നു? ജീസസ് ക്രൈസ്റ്റ് ഇസ് കമ്മിങ് ബാക്ക്. ഏത് സമയവും എന്റെ കർത്താവ് മടങ്ങി വരും. ഇന്നത്തെ ദിവസമായിരിക്കാം ചിലപ്പോൾ. എത്ര അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കാണാം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു.